ഹലോ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ഒരു ചക്ക വെക്കാം. ചക്ക ചെമ്മീനിട്ട് വെച്ച ചക്ക എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനും അമ്മയും കൂടി ചക്കയൊക്കെ കൊത്തി പാണ്ടയാക്കിയിട്ട് അതൊക്കെ ഇരിഞ്ഞിട്ടു. നിങ്ങൾ കാണുന്നില്ലേ, ഇതാ ഇങ്ങനെയാണ് ഇരിഞ്ഞിടുക. ഇരിഞ്ഞിട്ടതിന് ശേഷം ഞാനും അമ്മയും കൂടി അത് ഇങ്ങനെ മുറിച്ച് അതിൻ്റെ എല്ലാ വേണ്ടുന്ന ഭാഗമൊക്കെ എടുത്ത് വേണ്ടാത്ത ഭാഗമൊക്കെ കളഞ്ഞ്, പിന്നെ അതിൻ്റെ ചക്കക്കുരുവൊക്കെ ഇങ്ങനെ ചുണങ്ങുകയെന്ന് പറയില്ലേ, ചക്കക്കുരുവൊക്കെ ചുണങ്ങി നല്ല വൃത്തിയാക്കിയാൽ മാത്രമേ നമുക്ക് ചക്ക വെച്ചിട്ട് കഴിക്കാൻ പറ്റൂ. ഇത് കുറച്ച് കഷ്ടപ്പാടുള്ള പണിയാണ് കേട്ടോ. പക്ഷേ ചക്കയുടെ ടേസ്റ്റ് ആലോചിക്കുമ്പോൾ ഇതൊന്നും നമുക്കൊന്നും ആയി തോന്നില്ല. നമ്മളിത് ചെയ്തു പോകും. നമുക്ക് ചക്ക ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ചെയ്യാനും ഇൻട്രസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ഇതൊക്കെ വൃത്തിയാക്കി ചക്കയും ചക്കക്കുരുവും ഒക്കെ കൂടി ഒരു പാത്രത്തിൽ നിറച്ചുണ്ടായിരുന്നു. അതിനുശേഷം അതൊക്കെ കഴുകി നമ്മൾ എന്ത് ചെയ്തു, ഒരു കുക്കറിലേക്ക് ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് കുരുമുളക് പൊടിയും അതിൻ്റെ കൂടെ ചേർത്തു. പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്തു, എരിവിന് വേണ്ടിയാണേ. പിന്നെ മഞ്ഞൾപ്പൊടിയും നമ്മൾ കുറച്ച് ചേർത്ത് ഒരു കപ്പ് വെള്ളവും ഒഴിച്ച് നമ്മൾ കുക്കറിലാക്കി അടുപ്പത്ത് വെച്ച് വിസിലൊക്കെ അടിക്കണം കേട്ടോ. അതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ കുറച്ച് മസാലക്കടല കഴിച്ചു കേട്ടോ, ഞാനും മക്കളുമൊക്കെ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചക്ക ഇവിടെ 3-4 വിസിലൊക്കെ അടിച്ച് വെന്ത് കഴിഞ്ഞിരുന്നു. പിന്നെ നമ്മൾ വറവിടാനുള്ള തിരക്കിലായിരുന്നു. വറവിന് വേണ്ടി ഉണ്ടാക്കിയിട്ടത് നിങ്ങൾ കണ്ടല്ലോ, മുളകും അതുപോലെ തന്നെ വെളുത്തുള്ളി കടുകൊക്കെ ആയിരുന്നു. അതിന് ശേഷമാണ് നമ്മുടെ താരം വന്നത്. ചെമ്മീനാണ് താരം. ചെമ്മീൻ ഇതുപോലെ വെളിച്ചെണ്ണയിലാക്കി അത് നന്നായിട്ട് വറുത്ത് അത് ചക്കയുടെ കൂടെ ആഡ് ചെയ്യണം. നോക്കിയേ, കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്, നല്ല കളറും അതുപോലെ തന്നെ ആയിരുന്നു ടേസ്റ്റും. നല്ല ചെമ്മീനിട്ടൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം ഞാൻ കുറച്ച് ചോറും കൂടി എടുത്തു. ചോറില്ലാതെ നമുക്ക് പരിപാടിയില്ല. അപ്പോൾ ചോറും എടുത്ത് അതിൻ്റെ കൂടെ ഉച്ചക്കാക്കിയ മഷ്റൂം കറിയും കൂടി കുറച്ചെടുത്ത് ഞാനും മോളും കൂടി കുറച്ച് കഴിച്ചു. അതിനുശേഷം നമ്മൾ രണ്ടാളും കിടന്നുറങ്ങി. പിന്നെ വേറെ ഒന്നും തന്നെ ഇല്ല. നിങ്ങളും എല്ലാവരും ഭക്ഷണം കഴിച്ച് കിടന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.